നമസ്കാരം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്കും നമ്മുടെ തന്നെ ജീവിതത്തിലേക്കും ഒന്ന് ആഴത്തിലെത്തി നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയിലും ജീവൻ്റെ തുടിപ്പുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിസ്ഥാനമായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വേര് ഉറച്ചു നിൽപ്പുമുണ്ട്. അത് എക്കാലവും അനുഭവവേദ്യമായി വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ബോധാത്മാവായി തിളങ്ങുന്ന ചൈതന്യത്തിലേക്ക് ലയിക്കാൻ സാധിക്കണം. ഭാരതീയ ചരിത്രത്തിൽ ഒരു ദിവ്യ സാന്നിധ്യ വൈഭവമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ രമണ മഹർഷി ആത്മവിചാരപാതയിലൂടെ എങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഉപാധികളില്ലാത്ത സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയും എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പ്രാചീന വേദശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും കറയുടെ കലർപ്പില്ലാതെ എഴുതി വെച്ച സത്യം നമുക്ക് എങ്ങനെ സ്വന്തം അനുഭവമാക്കി മാറ്റാം എന്ന് ചുരുങ്ങിയ വാക്കുകളിലൂടെയും മൗനത്തിലൂടെയും വെളിപ്പെടുത്തി തന്ന ആശ്ചര്യപ്രഭാവമായിരുന്നു ശ്രീ രമണ മഹർഷി എന്ന് പറയാതെ വയ്യ. മഹർഷി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്ന ഓരോ വ്യക്തിയോടും സെൽഫ് എൻക്വയറി, അതായത് ഞാൻ ആര് എന്ന വിചാരത്തിലൂടെ സ്വന്തം ആത്മാവിനെ അറിയാനാണ് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകിയിരുന്നത്. ആത്മവിചാരത്തെക്കുറിച്ച് ഒരിക്കൽ ഒരു ഭക്തൻ മഹർഷിയോട് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു, ഓൾവേസ് കീപ്പിംഗ് ദ മൈൻഡ് ഫിക്സ്ഡ് ഇൻ സെൽഫ് എലോൺ ഇസ് സെൽഫ് എൻക്വയറി. മനസ്സിനെ എപ്പോഴും ആത്മാവിൽ മാത്രം ഉറപ്പിച്ചു വെക്കുന്ന പ്രക്രിയയ്ക്കാണ് സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ആത്മവിചാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനസ്സിൻ്റെ രീതി സദാസമയം പുറത്തുള്ള വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും ചേർന്നു നിൽക്കുക എന്നതാണ്. ഇതിനുള്ള പ്രധാന കാരണം പുറത്തുള്ള സംഗതികളാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കിത്തരുന്നത് എന്ന മിഥ്യാധാരണയാണ്. മനസ്സിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുന്നു. പിന്നെ ഈ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റാനുള്ള നെട്ടോട്ടത്തിലാണ്, പരക്കം പാച്ചിലാണ് ജനനം മുതൽ മരണം വരെ നമ്മളെല്ലാവരും തന്നെ. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. എന്നാൽ ഇതൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദസാഗരമായ ആത്മാവുണ്ട് എന്നും അതാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. അതുകൊണ്ട് മനസ്സ് പുറത്തോട്ട് സഞ്ചരിക്കുന്ന ഓരോ വേളയും കൃത്യമായി മനസ്സിലാക്കി ഒരു കാളയെ അതിൻ്റെ മൂക്ക് കയറിൽ പിടിച്ച് വേണ്ട ദിക്കിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മിലേക്ക് തന്നെ അടുപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യ പടിയായി മാറും. ഇതുതന്നെയാണ് ഒരേ ഒരു വഴി. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ, എന്നിൽ ബുദ്ധിയെ പ്രവേശിപ്പിക്കൂ, പിന്നെ എന്നിൽ തന്നെ നീ ഉറച്ചു നിൽക്കും, സംശയമില്ല. ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലെ മയ്യേവ മന ആദത്സ്വ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ കൃഷ്ണൻ പരമാത്മ പ്രതീകമായാണ് ഇത് പറയുന്നത്. കൃഷ്ണൻ അർജുനൻ്റെ ഉള്ളിലുള്ള ചൈതന്യമായാണ് ഇത് അരുളി ചെയ്യുന്നത്. നമ്മൾ അർജുനൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് ശ്രവിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആത്മാവായ സെൽഫ്, നമ്മൾ ഈ ശരീരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈഗോവിനോട് പറയുകയാണ്, നിൻ്റെ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ, നിൻ്റെ ബുദ്ധിയെ എന്നിലേക്ക് പ്രവേശിപ്പിക്കൂ, അപ്പോൾ നിനക്ക് എന്നിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കും, ഇതിൽ സംശയം വേണ്ട. ഇവിടെ ശ്രീകൃഷ്ണൻ നമുക്ക് ചില സൂചനകൾ തരുന്നുണ്ട്. ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ മനസ്സും ബുദ്ധിയും ഒരേ ദിക്കിൽ ഉറപ്പിക്കണം എന്ന മഹത്തായ സത്യം. ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന ഡിസ്ക്രിമിനേറ്റീവ് എൻക്വയറി അഥവാ വിവേചനം നടത്തേണ്ടത് ബുദ്ധി ഉപയോഗിച്ചാണ്. ഏതാണ് എനിക്ക് ഗുണം ചെയ്യുക, ഏതാണ് ദോഷം ചെയ്യുക, ഏതിലേക്കാണ് ഞാൻ എൻ്റെ മനസ്സിനെ ഘടിപ്പിക്കേണ്ടത്, ഇത് ബുദ്ധിക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഈ ചോദ്യം മനസ്സിനോട് ചോദിച്ചാൽ മനസ്സ് പറയും, എനിക്ക് ഇന്ദ്രിയ വസ്തുക്കളോടാണ് താല്പര്യം എന്ന്. കാണാൻ ഇഷ്ടമുള്ള, കേൾക്കാൻ രസമുള്ള, മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും സുഖമുള്ള വസ്തുക്കൾ മാത്രം മതി എനിക്ക് എന്ന്. ആ മനസ്സിനെ ബുദ്ധിയുടെ സ്വാധീന ശക്തി ഉപയോഗിച്ച് തിരിച്ചു പിടിക്കണം. ബുദ്ധിക്ക് ദൂരക്കാഴ്ചയുള്ളതുകൊണ്ട് അതിനറിയാം മനസ്സ് പറയുന്ന വസ്തുക്കളിൽ നിന്നുള്ള സുഖം ദീർഘകാലം നിലനിൽക്കില്ല എന്ന്. മാത്രമല്ല, ഈ താൽക്കാലിക സുഖം തരുന്ന വസ്തുക്കൾ തന്നെ പിന്നീട് നമുക്ക് വിഷമം ഉണ്ടാക്കി തരും എന്നും ബുദ്ധിക്കറിയാം. മനസ്സും ബുദ്ധിയും ഒരേ സമയം ആത്മാവിലേക്ക് തിരിയുന്നത് ഭക്തിയുടെ ഭാവമാണ് എന്ന് ഭക്തിയോഗ അധ്യായത്തിൽ കൃഷ്ണൻ ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും.
സാധാരണ കണ്ടുവരുന്ന ഭക്തി ജീവിതത്തിൽ നമുക്ക് വേണ്ട പലതും നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന രീതിയാണ്. ഇതിൽ തെറ്റില്ല. കാരണം ഈ രീതി നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുകയും അതിലൂടെ നമ്മുടെ ഭക്തി വളരുകയും കാലാന്തരത്തിൽ അതേ ഭക്തി തന്നെ നമ്മെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിയാൻ സഹായിക്കുകയും ചെയ്യും. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകമായി ഓർക്കണം. ശ്രീ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, വർഷിപ്പിംഗ് ഗോഡ് ഫോർ ദ സേക്ക് ഓഫ് എ ഡിസയേർഡ് ഒബ്ജക്റ്റ് ഈസ് വർഷിപ്പിംഗ് ദറ്റ് ഒബ്ജക്റ്റ് എലോൺ. ആഗ്രഹിക്കുന്ന ഒരു വസ്തുവിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നത് ആ വസ്തുവിനെ ആരാധിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് വസ്തു ആരാധനയല്ലല്ലോ വേണ്ടത്, ഈശ്വരാരാധനയല്ലേ. അതുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. അങ്ങനെ മാത്രമേ ഭക്തിയിലൂടെ നമുക്ക് ജ്ഞാനത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. പരമോന്നതമായ ജ്ഞാനത്തിൻ്റെ ആനന്ദസുഖം അനുഭവിക്കുമ്പോഴാണ് മനസ്സും ബുദ്ധിയും ഒരേ സമയം ആത്മാവിൽ ഉറപ്പിച്ചു വെക്കാനുള്ള പ്രചോദനം നമുക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെ സദാസമയം മനസ്സും ബുദ്ധിയും അതിൻ്റെ ഉറവിടത്തിൽ ഉറപ്പിച്ചു വെക്കാൻ കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞനായി എന്ന് പറയാം. ആ അവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.